കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനോട് ചോദ്യം ചോദിച്ചപ്പോൾ ഒരു സ്ഥലം കളിയാക്കുണ്ടായി, നിർത്തി പോകണം, സമയം കിട്ടിയിട്ടുണ്ട്. പോയ എങ്ങനെയൊക്കെ മൗലൂദ് വണ്ടി എന്തെങ്കിലും നടക്കണ്ടാവും, ഒരു മണിക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കൊടിക്കാലം വരിക റബീഉൽ അത് 30 ദിവസം ചെല്ലുന്നുണ്ട്, 60-90 വരെയുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിക ആക്ട് പ്രകാരം ഭരണം നടത്തിയ പരിശുദ്ധരായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തുടങ്ങിയ 4 പ്രമുഖരായിരിക്കുന്ന ഒരു ഭരണം നടത്തി. ഇവരുടെ ഭരണകാലത്ത് ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ 12-ന് ആ സഹാബാക്കളെ മക്കളെയാണ് വിളിച്ചുവിട്ട് ഓരോ കാലക്കട തീണ്ടു കൊടുത്തത്. അല്ലെങ്കിൽ പള്ളിയിൽ അങ്ങോട്ടേക്ക് പാലി വന്നു. ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്ക് അതിന്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചതിന് പ്രാമാണികമായിട്ടുള്ള തെളിവുകളോടുകൂടി ഇത് തെളിയിച്ചു തരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എങ്കിലേ തുറന്ന ചർച്ചയാണ്. ആദ്യം വന്ന ഊട്ടിപ്പ കാണുന്നില്ല. ഏതായിരുന്നു ശുദ്ധ റബീഉൽ സമാഗതമാവുകയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ അംഗീകരിക്കുന്ന എല്ലാ ആളുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശുദ്ധ മാസം സമാഗതമാകുമ്പോൾ സന്തോഷിക്കുക. കാരണം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റഹ്മത്തല്ലേ ഹബീബായ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക. നബി തങ്ങളെ റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് സന്തോഷിച്ചാൽ അത് ഈ ആയത്തിന്റെ പരിധിയിൽ വരികയില്ല എന്ന് ചോദിക്കാൻ വാദമുണ്ടോ എന്നുള്ള മറ്റൊരു വിഷയം. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ടാണ് ലാ യസാലു അഹ്ലുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആളുകൾ, മുസ്ലിങ്ങളായ മുസ്ലിം സമുദായം ഏത് കാലം അല്ലാഹുവിന്റെ റസൂലിന്റെ മുതലുണ്ടോ ആ സമൂഹം മുഴുവനും ലാ യസാലു അഹ്ലുൽ ഇസ്ലാം, മുസ്ലിങ്ങൾ മുഴുവനും യഹ്തഫിലൂന ബിമൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മൗലിദിൽ സന്തോഷിച്ചിരുന്നു എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വളരെ വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, മശ്രിഖിലും മഗ്രിബിലും മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏതൊരു സ്ഥലമുണ്ടോ അവിടെ ഈ ആചാരം ഇല്ലെന്ന് പറയാൻ നിർവാഹമില്ല എന്ന് കേരള നസ്രത്തുൽ മുജാഹിദീനിന്റെ അധ്യക്ഷ കസേരയിൽ നിന്നുള്ള KM മൗലവി സാഹിബ് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ താരീഖുൽ മൗലിദ് വ ഹുക്മുഹു എന്ന് തന്റെ മുൻസിലിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് കാണാം. വായിക്കുന്നത് കേട്ടുകൊള്ളുക. റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. മുസ്ലിങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ആ റസൂലിന്റെ മതം പറയുന്ന വേദിയിൽ സംബന്ധിച്ചാൽ ഒരുപാട് പുണ്യം കിട്ടുമെന്നും ബറക്കത്ത് കിട്ടുമെന്നും അതിൽ പങ്കെടുക്കാൻ കഴിയുക എന്നത് മഹാഭാഗ്യമാണെന്ന് 1952 വരെ മുജാഹിദ് പ്രസ്ഥാനം അവിടെ പരിചയപ്പെടുത്തിയിരുന്നു. ചോദിക്കട്ടെ, KM മൗലവി സാഹിബ് മൗലിദ് അംഗീകരിച്ചതിന്റെ പേരിൽ തൗബ ചെയ്യേണ്ടതുണ്ടോ? EK മൗലവി റേഡിയോ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ തൗബ ചെയ്യേണ്ടതുണ്ടോ? മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ഈ സമ്പ്രദായം കൊണ്ടെന്നാ പറയുന്നത്. ഈ അടുത്ത കാലത്തെ കേട്ടിരുന്നു, ഇപ്പോൾ നിങ്ങൾ നിർത്തിയിട്ടുണ്ട്. മൗലിദ് കളിക്കൽ അത് ഇടമുന്നോറിന് ശേഷം വന്നതാ എന്ന് പാടി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ എഴുതി വെച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പറയുക എന്നത് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടത്തുന്ന കാര്യമാണെന്ന്. മാത്രമല്ല, അപ്പൊ സുന്നികൾ തിരിച്ചും പറഞ്ഞു തുടങ്ങി. 2004 ആഗസ്റ്റ് ലക്കത്തിലെ തൗഹീദ്
മാസികയിൽ മുജാഹിദ് പ്രസ്ഥാനം പറയുകയാണ് തൗഹീദുൽ ഉലൂഹിയ്യ റുബൂബിയ്യ എന്ന വിഭജനം അത് 3-ാം നൂറ്റാണ്ടിന് ശേഷമാണെന്ന്. അപ്പോൾ തിരിച്ചു പറയാം, തൗഹീദ് വിഭജനമുണ്ട് പതിവില്ലാത്തതാ അത് വിതുറമുന്നോറിന് സർവന്നതാ എന്ന് പറഞ്ഞൂടെ. അൽ മുർശിദിലും അൽ ഇത്തിഹാദിലും അൽ മനാർ വരെ റബീഉൽ അവ്വൽ 12ന്റെ മൗലിദിന് വേണ്ടി അതിനെ പരിചയപ്പെടുത്താൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വിനിയോഗിച്ചിട്ടില്ലേ? അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ പറയുന്നു, നിങ്ങളും പതിവുള്ളതാ അൻപത്തിരണ്ടിന് ശേഷവും തുടരുള്ളതാ അൽ ഇത്തിഹാദിൽ നോക്കിയാൽ കാണുന്നതാ അൽ മുർശിദും ഇത് വ്യക്തമായി പറയുന്നതാ മൗലവി തന്ന് റബീഉൽ അവ്വലും നടത്തിയിട്ടുണ്ട് മനാറും ഈ നോക്കിയാൽ കാണുന്നതാ പുറമൊന്നിലക്ഷം വിലരിച്ചതാ മുഹമ്മദ് മുഹമ്മദ്. അപ്പൊ തിരിച്ചങ്ങിട്ട് എത്തണം പറഞ്ഞു ഇപ്പൊ പാട്ട് നിർത്തി. കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ മൗലിദിന്റെ പ്രമാണം അതുപോലെയുള്ള വിഷയങ്ങളും സുന്നത്ത് ജമാഅത്തും ഇതര കക്ഷികളുമായുള്ള മുഴുവൻ തർക്കങ്ങളും വളരെ പ്രമാണത്തിന്റെ പിന്തുണത്തോടെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുന്ന പ്രൗഢമായ ബഹുമാനപ്പെട്ട പൊന്മുൾ ഉസ്താദിന്റെ 3 ഗ്രന്ഥങ്ങളാണ് ഫത്താവ മുഹീസുന്ന 1, 2, 3 വാല്യങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ പവിത്രം പ്രഖ്യാപിക്കുന്ന ബഹുമാനപ്പെട്ടവരടുക്കിലേക്ക് വഹാബികളുടെയും അല്ലാതെയുമായി വന്ന സംശയങ്ങൾക്ക് വസ്തുനിഷ്ഠമായി പ്രമാണബദ്ധിതമായി മറുപടി പറഞ്ഞ പ്രൗഢമായ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ രചന അല്പം കോപ്പികൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തീരുന്നതിന് മുമ്പ് എല്ലാവരും ഓരോ കോപ്പി വാങ്ങിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ പണ്ഡിതന്മാരും മുതഅല്ലിമുകളും ബഹുമാനപ്പെട്ട പൊന്മുൾ ഉസ്താദിന്റെ അൽ മുൻഹാജ് സഹീഹ് ഫീ സ്വലാത്തി തറാവീഹ് എന്ന അറബിയിലുള്ള പ്രൗഢമായ രചന ഗ്രന്ഥം വാങ്ങിയ തറാവീഹിനെ സംബന്ധിച്ചുള്ള എല്ലാ വിഷയങ്ങൾക്കും വസ്തുനിഷ്ഠമായ മറുപടിയുണ്ട്. മാത്രമല്ല ഇത്തരം മുഖാമുഖങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒപ്പിയെടുത്ത രംഗങ്ങൾ ഒരിക്കൽ മുഖാമുഖവും അതുപോലെ വേങ്ങന മുഖാമുഖവും അതുപോലെ ഒരുപാട് മുഖാമുഖങ്ങളിലുള്ള പ്രധാനപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ തന്നെ വന്ന് ചോദിക്കുകയും ആ ചോദ്യത്തിന്റെ വസ്തുനിഷ്ഠമായ മറുപടി പറഞ്ഞ് ആ മറുപടികളെ കുഴയുകയും ചെയ്ത നല്ല രസകരമായ ഒരുപാട് സീനുകളുടെ മഹത്തായ നമ്മുടെ മുഖാമുഖങ്ങളിലൂടെ എന്ന സീഡിയാണ് എല്ലാവർക്കും വാങ്ങിയാൽ ആശയ പഠനത്തിന് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറായ വിഷയങ്ങളിൽ ഒന്നിക്കാൻ എന്ന് ചോദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ചോദിച്ചു സാർ 5 മിനിറ്റ് അടിപൊളിയായിട്ട്